നമ്മുടെ മദ്രസയുടെ പ്രവേശനോത്സവത്തിൻ്റെ റേഞ്ച് അടിസ്ഥാനത്തിലുള്ള ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടത്തപ്പെട്ടത്. ഈ മദ്രസ 591ാമത്തെ മദ്രസയാണ്. റേഞ്ചിൻ്റെ കേന്ദ്ര മദ്രസ എന്നറിയപ്പെടുന്ന ഈ മദ്രസ അതിലേറെ 10,000-ത്തിലപ്പുറം മദ്രസകൾ കടന്നുപോയിരിക്കുകയാണ്. അവിടെയൊക്കെ തന്നെ പല സ്ഥലത്തും +2 വരെ നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 1ാം ക്ലാസ്സിൽ ചേർത്തിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്കൂളിലേക്കാണ് രക്ഷിതാക്കളെ ക്ഷണിച്ചിരുന്നെങ്കിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വളരെ നേരത്തെ ഹാജരാവുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യും. പക്ഷേ മദ്രസയെ സംബന്ധിച്ചിടത്തോളം വളരെ 10, 15, 20 രക്ഷിതാക്കൾ മാത്രമാണ് ഇവിടെ ഇന്ന് പങ്കെടുത്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് നടക്കുന്ന രാജ്യത്ത് നടക്കുന്ന മുസ്ലിം സമുദായത്തിനെതിരെയായ ഓരോ പ്രവർത്തനങ്ങളും അതിൻ്റെ ഘട്ടം ഘട്ടമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അതുപോലെ കേരളത്തിലും പല ആളുകളും സമുദായത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ തലമുക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളെ വളരെയേറെ നല്ല നിലയിൽ വിദ്യാഭ്യാസം കൊടുത്ത് മതവിദ്യാഭ്യാസം 2 വിദ്യാഭ്യാസം നമ്മൾക്ക് കൊടുക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും മതവിദ്യാഭ്യാസത്തെ ഊന്നൽ നൽകിക്കൊണ്ട് അവരെ +2 വരെയും എന്ത് വില കൊടുത്തും നമ്മൾക്ക് പഠിപ്പിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും കുട്ടികൾക്ക് രക്ഷിതാക്കൾ ഒരുക്കി കൊടുക്കണം. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല, ഒരുപാട് ഉസ്താദുമാരും വ്യക്തിത്വങ്ങളൊക്കെ സംസാരിക്കാനുള്ളത് കൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കൊരു ചുരുക്കം ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മൾക്കൊരു മയ്യത്തുസ്കാരത്തിന് നമ്മളെ മക്കൾ തയ്യാറാവും ആണെങ്കിൽ നമ്മൾ +2 വരെയുള്ള മദ്രസ വിദ്യാഭ്യാസം അവർക്ക് നൽകിയാൽ മാത്രമാണ് കൃത്യമായ രീതിയിൽ ഒരു മയ്യത്തുസ്കാരമെങ്കിലും നമ്മൾക്ക് അവസാനമായി കിട്ടുന്ന ഒരു സംഭവമാണ്. അതിൽ കൂടി ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ ദീനീ വിദ്യാഭ്യാസത്തിലൂടെ ജീവിത കാര്യങ്ങളിലേക്ക് പകർത്തിയെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മദ്രസ വിദ്യാഭ്യാസം നൽകുന്നതിന് അവർക്ക് പിന്തുണയും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താൽ മാത്രമാണ് അവർക്ക് അതിന് തയ്യാറാവാൻ കഴിയുള്ളൂ. നമ്മളിപ്പോൾ സംബന്ധിച്ചിടത്തോളം മദ്രസയിൽ നിന്ന് ഒന്ന് ചേർത്തി 5ാം ക്ലാസ്സിലെത്തുമ്പോൾ കൊഴിഞ്ഞുപോക്ക്, 7ാം ക്ലാസ്സിലെത്തുമ്പോൾ കൊഴിഞ്ഞുപോക്ക്, 10ലെത്തുമ്പോൾ 3, 4 കുട്ടികൾ അവശേഷിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത്. അത് ഇവിടെ മാത്രമുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പല വടക്കോട്ടൊക്കെ മലപ്പുറം, കോഴിക്കോട് ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ 10ാം ക്ലാസ് +2 വരെ ഒരു 60-70% കുട്ടികളും +2 വരെ പഠിപ്പ്